ഒരു കൊച്ചു ഗ്രാമം. അധികം ആളുകളോ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല. തിരുവനന്തപുരം നാഗർകോവിൽ വഴിയിൽ മാർത്താണ്ഡത്തിനടുത്ത് നിന്ന് ഇടത്തോട്ടുള്ള ഒരു വഴി കയറിയാൽ ഇവിടെ എത്താം. ചിതറാൽ. പറഞ്ഞു വരുന്നത് ഈ ഗ്രാമത്തെക്കുറിച്ചല്ല, ചിതറാൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സുന്ദരമായ ചരിത്രത്തെക്കുറിച്ചാണ്. ദേ കണ്ടോ ഈ നടപ്പാത? ഇതിലൂടെ കുറച്ചങ്ങ് നടക്കണം. ഒരു 1.5 കിലോമീറ്റർ. ലേശം ബുദ്ധിമുട്ടാണ് കയറ്റം. എന്നാൽ കല്ലുപാകി വഴികളിൽ കശുമാവിൻ കാടിൻ്റെ തണലുണ്ട്, ഇരിപ്പിടമുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് പതിയെ കയറിയാൽ മതി. 750 മീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ പാറക്കുന്ന്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ താഴ്വര. തമിഴർ താമ്രഭരണി എന്നും നമ്മൾ താമരഭരണി എന്നും വിളിക്കുന്ന പുഴ ഇവിടുന്ന് നോക്കിയാൽ കാണാം. പൊരി വെയിലത്തും നല്ല കാറ്റ്. കൽപ്പടവിലേക്ക് കയറിയാൽ പിന്നെ അത്ഭുതമാണ്. ഗുഹാമുഖം. അത് കടന്നു ചെല്ലുന്നത് കരിങ്കല്ലിൽ തീർത്ത വിസ്മയത്തിലേക്കാണ്. 9-ാം നൂറ്റാണ്ടിലെന്ന് കരുതപ്പെടുന്ന ശില്പചാരുതയാർന്ന ജൈനക്ഷേത്രം. പാറയിൽ കൊത്തിയ തീർത്ഥങ്കരന്റെ രൂപങ്ങളും ശില്പങ്ങളും നിറഞ്ഞ ചുവരുകൾ, മലയുടെ ഒരു വശത്തെ പാറ തുറന്നുള്ള തൂണുകൾ, അകത്ത് അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെയും പാർശ്വനാഥന്റെയും പത്മാവതിയുടെയും വിഗ്രഹ പ്രതിഷ്ഠകൾ. ദേ കടുത്ത വേനലിലും പറ്റാത്ത ആ കുളം കണ്ടോ? അതാണ് ഈ മലമുകളിലെ ഹൈലൈറ്റ്. ഇനി അല്പം ചരിത്രം പറയാം, ബോറടിപ്പിക്കാതെ പറയാം. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആയി രാജവംശത്തിലെ ബുദ്ധരാജാവ് വിക്രമാദിത്യ വരഗുണനാണ് ജൈനക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. AD 610-നും 640-നും ഇടയിൽ ജീവിച്ചിരുന്ന മഹാദേവധർമ്മൻ ഒന്നാമന്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമായിരുന്നത്. അതിനാൽ അക്കാലത്ത് എപ്പോഴും ആണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്ന് കരുതാം. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ തമിഴ്നാടാണ്. മലയക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പത്മാവതി പ്രതിഷ്ഠ മാറ്റി തിരുവിതാംകൂർ രാജാവ് ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും പറയപ്പെടുന്നു. ജൈനക്ഷേത്രമായിരുന്ന ചിതറാൽ പിന്നീട് ഹിന്ദുമതം വന്നതോടെ അങ്ങനെ മാറ്റിയെന്നും പറയുന്നു. ഇപ്പോൾ എങ്ങനെയാ? അമ്പലമാണെങ്കിലും പൂജാരിയില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശമാണ് ക്ഷേത്രം. രാവിലെ വന്ന് തുറക്കുന്നതും വിളക്ക് വയ്ക്കുന്നതും അടച്ചിട്ട് പോകുന്നതും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർ. ഇവിടെ പാറകളിലും തൂണുകളിലും എല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത ലിപികളിൽ എഴുത്തുകളുണ്ട്. എല്ലാം ചരിത്രമാണ്, അല്ലെങ്കിൽ ഏതോ ഒരു കാലത്തെ സംസ്കാരം. അതിസുന്ദരമായ കരിങ്കൽ വാസ്തുവിദ്യയുടെ മുമ്പിൽ വിവാഹ ഫോട്ടോകൾ ഉൾപ്പെടെ എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അത് അനുവദിക്കില്ല. ക്യാമറ ഫ്ലാഷ് അടിച്ചാൽ കരിങ്കൽ എഴുത്തുകൾ മാഞ്ഞു പോകുമത്രേ. പക്ഷേ ഫോണുള്ളപ്പോൾ നമുക്കെന്തിനാ വേറെ ക്യാമറ? രാവിലെ 8:30 മുതൽ 4:30 വരെ ഇത് സന്ദർശകർക്കായി തുറന്നു കൊടുക്കപ്പെടും. സമാധാനമായി ഇരിക്കാൻ, ഒരു കാലത്തെ നമ്മുടെ വാസ്തുവിദ്യ ആസ്വദിക്കാൻ. ഇതൊന്നുമല്ലാതെ വെറുതെയും ആർക്കും ഇവിടെ വരാം.